ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങളാരും ഇതുവരെ അപ്പിയിട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് പോലെ എനിക്ക് അപ്പിയിടാൻ പറ്റുമോ സാർ? നിന്റെ പണി തീരാതെ എങ്ങനെയാണോ അപ്പിയിടുന്നേ? നിനക്ക് പണിയും തന്നിട്ട് ഞങ്ങൾ വല്ല കാട്ടിലും പോണോ? ചോദിക്കുമ്പോ നിനക്ക് പൈസ മാത്രം എണ്ണി തന്നാ മതിയോ? ഉത്തരവാദിത്തം വേണ്ടേടോ? അത് ഇന്നലെ 2 പണിക്കാരെ ഞാൻ അയച്ചിരുന്നല്ലോ സാർ. ആ, അവന്മാര് വന്ന് കാര്യവും പറഞ്ഞിരുന്ന് പീട്രാപ്പും വെച്ചിട്ട് പോയി. അവന്മാർക്ക് മൊബൈലിൽ തോണ്ടാനേ സമയമുള്ളൂ. ഞാൻ അവന്മാരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ സാർ. ഞാൻ അവന്മാരെ വിളിച്ചാൽ ഞങ്ങൾക്ക് അപ്പിയിടാൻ പറ്റുമോടോ? സാർ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുവരും സാർ. വയ്ക്കല്ലേ ഞാൻ ഒന്ന് പറയട്ടെ. രാവിലെ കണ്ട്രാക്ക എവിടെ? വന്നില്ല. യവനെയൊക്കെ പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളി ഉണ്ടോ എന്തോ പണിയാവും. ഈ ഇടയ്ക്കെങ്കിലും ഉമ്മൊരു പണി തീർക്കുമെന്തോ. തുടങ്ങിയിട്ട് 1 വർഷമായി. ഇന്ന് ഞാൻ അങ്ങനെ എന്ത് പറയുമോ എന്തോ. എന്തൊക്കെ ഉണ്ട് സുഗുണ? ബാ, ഒരു കാര്യം പറയാനുണ്ട്. സുഗുണ, പണി തുടങ്ങിയിട്ട് 6 മാസമായി. എൻ്റെ ഭാര്യയ്ക്ക് 9 മാസം. ആരാതിൻ്റെ ഉത്തരവാദി? ഞാനല്ലേ സാർ. ഞാൻ ജോലിക്കാരടുത്തും ചോദിച്ചോട്ടെ. അവൾക്ക് പ്രസവത്തിൻ്റെ ഡേറ്റായി. കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ കയറി വരാൻ പറ്റുമോ? ഈ വീട് പണി ഞങ്ങളാണെങ്കിലും സാർ താമസിച്ചോ, ഞങ്ങൾക്ക് പരാതിയില്ല. എഗ്രിമെന്റ് വേണമെങ്കിൽ എഴുതിത്തരാം. പണി ഈ വർഷമെങ്കിലും തീരുമോ? അടുത്ത ആഴ്ച പെയിന്റ് തീരും. പെയിന്റ് തീർന്നാൽ നീ വാങ്ങിക്കൊടുക്കണം. പൈസയും ചോദിച്ചോട്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഇപ്പം തന്നെ അധികപ്പറ്റ. തന്നെയൊക്കെ പണി ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. വേറെ അവനെ ഏൽപ്പിച്ചെങ്കിൽ ഇപ്പം അറിയായിരുന്നു. ഒരു മാസത്തെ സമയം കൂടെ തരും. അതിനുള്ളിൽ പണി തീർത്തോളണം. ഇച്ചിരി പൈസ കൂടെ കിട്ടിയും കൊള്ളായിരുന്നു സാർ ആ പണി തീർക്കാൻ. എൻ്റെ പൈസയൊക്കെ നിന്റെ ഇരിക്കുകയല്ലേ? പൈസ ചോദിക്കുമ്പോ നാക്കിയാ മതി അങ്ങ്. നക്കി മണി 9 ഒരുത്തനെയും കാണാനില്ല. ഹിന്ദിക്കാരന്മാർ വെച്ചതുകൊണ്ട് പണി ഇത്രയൊക്കെ ആയി. അല്ലേലും ഈ മലയാളിയിൽ വെച്ച് ചെയ്താൽ ഒരു പുണ്ണാക്ക് നടക്കൂല. കണ്ട്രാക്കിൻ്റെ സന്തോഷം കണ്ട് ചാരി നിൽക്കട്ടോ ചാന്തെടുക്കട്ടോ. ചാരി നില്ലടാ, മുട്ടിന് പകരം ഉപയോഗിക്കാം. നിന്നെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. കണ്ട്രാക്കെ, നാളെ ഞാൻ ലീവാണ് കേട്ടോ. എന്ത് കാര്യത്തിന്? നാളെ കുഞ്ഞമ്മയുടെ ആണ്ടാണ്. എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ ആണ്ട് താല വരുത്തയ്യോ. നിന്റെ കുഞ്ഞമ്മയുടെ ആണ്ടൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റൂടെ? ഇവിടെ അത്യാവശ്യം പണിയാണ്. മുതലാളി വന്ന് തള്ളയ്ക്ക് വിളിച്ചിട്ട് പോയതുള്ളൂ. ഇപ്പോൾ കുഞ്ഞമ്മ പോയപ്പോഴേ നമ്പർ മെയിൽ ഐഡിയും തന്നില്ല. അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കായിരുന്നു ആണ്ടൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. നീ ഒന്ന് പോയി ആ പണിയൊന്ന് പെട്ടെന്ന് തീർത്തു കൊടുക്ക്. കണ്ട്രാക്കെ കണ്ട്രാക്കെ.
കണ്ണും കാണില്ല എൻ്റെ പുല്ല്. ദാ, കണ്ണാടി ഊരിയിട്ട് പണിയടാ. കണ്ടറൊക്കെ മണലെത്ര? മണൽ എത്ര വേണം കിട്ടോ? സിമന്റ് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. എന്നാ പിന്നെ മണലും കൂടെ അങ്ങ് ഇട്ടൂടെ? ഇതാരപ്പാ പറഞ്ഞത്? മുതലാളിയുടെ അളിയനായിരിക്കും. Hello, I am Prabhakar. പ്രഭാര, ഇന്നലെ രാവിലെ വരാൻ പറഞ്ഞു, ഇപ്പോഴാണ് വരുന്നത്. കണ്ടറൊക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പണിക്കാരൻ, അരുട് പ്രഭാരൻ. മാക്രയ്ക്കും മസിലോ? കാലം പോണ പോക്കേ. നിനക്ക് തേക്കാറിയോടാ? ഞാൻ പാത്രം തേക്കും, തുണി തേക്കും, ചന്ദനം തേക്കും, വേണ്ടി വന്നാൽ ചാണകവും തേക്കും. അത് നിന്റെ ചന്തിക്ക് തേച്ചോ? കാല് പിടിക്കണം. കണ്ട്രാക്കെ, എന്റെ പണിയിൽ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ എന്റെ മുഴക്കോലിനോടും എന്റെ തൂക്കുകെട്ടോടും പൊറുക്കണേ. എണീറ്റ് പോടാ. ഈ കാല് പിടിക്കാനല്ലേ പറഞ്ഞ? ആ സ്റ്റാൻഡിന്റെ കാല് പിടിക്കാനാ പറഞ്ഞ. ഓ, അതായിരുന്നു. കണ്ണാടി എടുത്തോണ്ട് പോടെ. താങ്ക്സ് അളിയ. പിടിക്കും, അങ്ങേറ്റം പിടിച്ചേ. ആ കണ്ണാടി എടുത്ത് അങ്ങ് ദൂരെ കളയടാ. ഇതൊന്ന് പൊങ്ങാത്ത പൊങ്ങുന്നായിരുന്നില്ല. എടാ പ്രഭാര, ഇടത് പൊങ്ങുന്നില്ലടാ. ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് പൊങ്ങണില്ലേ? അതല്ലടാ, ഈ ചാക്ക് പൊങ്ങലില്ലെന്ന്. നല്ലതൊക്കെ വാങ്ങിച്ചു തിന്നടാ. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ എനിക്കൊരു സഹായത്തിന് വേണ്ടിയാ, അല്ലാതെ അങ്ങേർക്ക് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടാ. പേടി. ഒരു ചാക്ക് പിടിക്കാൻ 2 പേര് ഒരുപാട് ഉണ്ടാക്കി തരും. അടിച്ച സൽസത ഒഴുകി പോണു. അയ്യോ. ആ സാർ. നീ വീട്ടിലോട്ടൊന്ന് വാ, ശരി കണക്കൊക്കെ സാർ. ഒന്ന് നോക്കണം. ആ കണക്ക് നോക്കാം. നമുക്ക് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യാം. ശരി സാർ, താങ്ക് യു. വരാം. ഓക്കെ സാർ. ആ ഡേ, ഞാനേ ഇതിന്റെ ഓണർ വിളിച്ചു, ഞാൻ നോക്കിയിട്ട് വരാം. കണ്ടറൊക്കെ, ഉച്ചയ്ക്ക് ഉണ്ണാൻ എന്തെങ്കിലും ചില്ലറ എന്നെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നില്ല. അതിനുമ്പോ പൈസ. ജോലിയൊന്നുമില്ല. എന്താ ഡേയ്, നിനക്ക് ഈ കാശിന് കള്ളടിക്കണോ ഭക്ഷണം കഴിക്കണോ? അതിന് കള്ളന്തിയെ? കള്ളന്റെ ബാഗിൽ ഇരിപ്പുണ്ട്. ഓ, അപ്പൊ ഇതിന് നമുക്ക് ടച്ചിങ്സ് വാങ്ങിക്കാം. ആ ശരി, പോയിട്ടോ. നീ പുള്ളി പോയി നോക്കിയേ. ആ ഇന്ന് കുറച്ച് കാശെങ്കിലും കിട്ടും തോന്നുന്നു. വാ, ഇരി ഇല്ല സാർ, ഞാൻ നിന്നോളാം. ഇരി സോണ. സോണ, തറക്കല്ല് മുതൽ ചുടുകല്ല് കെട്ട്, പ്ലാസ്റ്ററിങ്, കോൺക്രീറ്റ് ഉൾപ്പെടെ 42 ലക്ഷം രൂപ ഞാൻ തന്നിട്ടുണ്ട്. 40 ലക്ഷം രൂപ ചിലവായി. ബാക്കി 2 ലക്ഷം രൂപ നീ എനിക്ക് ഇങ്ങോട്ട് തരണം. നീ എന്ത് കണക്കിലാ താൻ വീണ്ടും എന്നോട് കാശ് ചോദിക്കുന്നത്? 2 ലക്ഷം അങ്ങോട്ടോ സാർ? അതെന്ത് കണക്ക് സാറേ? തുടക്കം മുതലുള്ള എല്ലാ കണക്കും സുഗണൻ അറിയാം. ബാക്കി ഈ ബുക്കിലും ഉണ്ട്. പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്തു.
കണ്ടറാക്കേ ആളാ നീ പണിയെടുപ്പിച്ച് കൊല്ലുവല്ലടാ. 7 ദിവസത്തെ പണി ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ പോലും സമ്മതിക്കില്ല. മാറി അവന്റെ മുഴക്കുയിലും അവന്റെ തൂക്കട്ടെയും